കഴിഞ്ഞ മാസം 21-ന് നടത്തിയ നീറ്റ് UG പുനഃപരീക്ഷയിലും പിഴവുകളുണ്ടെന്ന് ആക്ഷേപമായിരുന്നു. ഫിസിക്സ് ചോദ്യപേപ്പറിൽ 2 പിഴവുകളുണ്ടെന്നാണ് ഇപ്പോൾ പരാതി. PR അരവിന്ദ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, യഥാർത്ഥത്തിൽ ഈ പരീക്ഷ കൃത്യമായി നടത്താൻ കഴിയുന്നില്ല എന്നൊരിടത്തേക്കാണോ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എത്തിച്ചേരുന്നത്? നീറ്റ് UG പരീക്ഷയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നില്ല. കഴിഞ്ഞ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ നടന്നത്. എന്തായാലും ഈ പരീക്ഷയിൽ വലിയ രീതിയിലുള്ള പിഴവുകളുണ്ട് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. പ്രധാനമായും ഫിസിക്സ് പരീക്ഷയിലാണ് 2 പിഴവുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ചോദ്യത്തിന് ശരിയുത്തരം ഉണ്ടായിരുന്നില്ല. അതേസമയം മറ്റൊരു ചോദ്യത്തിന് 2 ശരിയുത്തരങ്ങളായിരുന്നു ഓപ്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശരിയുത്തരമില്ലാത്ത ചോദ്യം റദ്ദാക്കാൻ NTA തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് 4 മാർക്ക് ബോണസായി നൽകുമെന്നതാണ് ഇപ്പോൾ NTA അറിയിച്ചിരിക്കുന്നത്. അതേസമയം 2 ശരിയുത്തരങ്ങളുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ശരിയുത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് നൽകാനും ഇപ്പോൾ NTA തീരുമാനിച്ചിട്ടുണ്ട്. ഫിസിക്സിലെ വെർനിയർ കാലിപ്പേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ശരിയുത്തരം ഇല്ലാതിരിക്കുന്നത്. അതേസമയം വൈദ്യുതകാന്തികമോ തരംഗവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു 2 ശരിയുത്തരങ്ങൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതുപോലെ തന്നെ മറ്റ് ക്രമക്കേട് ആരോപണം അടക്കം തുടരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചോദ്യപേപ്പറിൽ കൂടി ഒരു പിഴവ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളിൽ വലിയ പ്രതിരോധത്തിലായിരുന്നു NTAയും കേന്ദ്ര സർക്കാരും ഉണ്ടായിരുന്നത്. പിന്നീട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലും മുന്നൊരുക്കങ്ങളിലുമായിരുന്നു ഈ പുനഃപരീക്ഷ നടത്തുകയും ചെയ്തു. പക്ഷേ ചോദ്യപേപ്പറിലടക്കം പിഴവുകൾ ആരോപിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ നെറ്റ് പരീക്ഷയിലടക്കം സമാനമായ രീതിയിലുള്ള പിഴവ് പരീക്ഷാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് നീറ്റ് UG പുനഃപരീക്ഷകളിലും ചോദ്യപേപ്പറിൽ പിഴവുകൾ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.